നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് കേരളപ്പിറവി ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. കേരളപ്പിറവി ദിനത്തിൽ കേരളം അതിദരിദ്രമില്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമെന്ന ചരിത്ര നേട്ടം കൈവരിച്ചുവെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടിയെയും കൺസർവേറ്റീവ് പാർട്ടിയെയും പിന്തള്ളി ഗ്രീൻസ് രണ്ടാം സ്ഥാനത്ത് എത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ലേബർ എംപിക്ക് നിരവധി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തയാൾക്ക് കേംബ്രിഡ്ജ് ക്രൗൺ കോടതി 23 മാസം തടവ് ശിക്ഷ വിധിച്ചു. 22 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇംഗ്ലണ്ടിൽ സൗജന്യ ബസ് പാസുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കുന്നു. ഹാംപ്ഷയറിന്റെ മിക്ക ഭാഗങ്ങളിലും ഐൽ ഓഫ് വൈറ്റിലും ജൂലൈ 21 മുതൽ നിലവിലുണ്ടായിരുന്ന ഹോസ് നിരോധനം ജലവിതരണ കമ്പനി സദേൺ വാട്ടർ നീക്കം ചെയ്തു. ഫ്രാൻസിൽ ലിയോണിലെ വിലയേറിയ ലോഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ലബോറട്ടറിയിൽ 12 മില്യൺ യൂറോ കൊള്ളയടിച്ച 6 പേരെ അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലേക്ക് അനധികൃതമായി മനുഷ്യക്കടത്ത് നടത്തിയ കുറ്റത്തിന് ഇന്ത്യൻ മെക്സിക്കൻ പൗരത്വമുള്ള വിക്രാന്ത് ഭരദ്വാജും ഭാര്യ ഇന്ദു റാണിയും നയിക്കുന്ന മനുഷ്യക്കടത്ത് സംഘത്തെയും ബന്ധപ്പെട്ട 16 കമ്പനികളെയും ഉപരോധത്തിന് വിധേയമാക്കി അമേരിക്കൻ ധനകാര്യ വകുപ്പ്. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകരുടെ പ്രവേശന വിലക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കർശനമാക്കി. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച ജമീമ ഡ്രോപ്സിനെതിരെ ബിജെപി നേതാവും നടിയുമായ കസ്തൂരിയുടെ രൂക്ഷ വിമർശനം. ലോകകപ്പ് സെമി ഫൈനൽ വിജയത്തിനു ശേഷമുള്ള ജമീമയുടെ യേശു പരാമർശത്തിലാണ് കസ്തൂരി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരു എറണാകുളം വന്ദേ ഭാരത് അടുത്തയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യത. ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. വാർത്തകൾ വിശദമായി. കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം പുതുയുഗ പിറവിയിലാണെന്ന് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പ്രത്യേക സഭാ സമ്മേളനം ബഹിഷ്കരിച്ചു. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചട്ടങ്ങൾ ലംഘിച്ചാണ് സഭ ചേരുന്നത്, സഭയെ അവഹേളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തുടർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിപക്ഷം സഭ വിട്ടു. 2021 മന്ത്രിസഭ ചുമതലയേറ്റ ഉടൻ എടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കില, കുടുംബശ്രീ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. പൈലറ്റ് പദ്ധതിക്ക് ശേഷം സംസ്ഥാനമൊട്ടാകെ സർവേ നടത്തി. ഫലമായി 1032 തദ്ദേശ സ്ഥാപനങ്ങളിലായി 64,006 കുടുംബങ്ങളിലെ 1,03,099 പേരെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത്. ആഹാരം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർണയം. ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഹ്രസ്വ, ഇടക്കാല, ദീർഘകാല പരിപാടികൾ നടപ്പിലാക്കി. 2023-26 കാലയളവിൽ ഏകദേശം 160 കോടി രൂപ ഈ പദ്ധതിക്കായി അനുവദിച്ചു. ഭവന നിർമ്മാണം, ആരോഗ്യ പരിപാലനം, ജീവനോപാധി ഉറപ്പ് എന്നിവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. നീതി ആയോഗ് കണക്കനുസരിച്ച് കേരളത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ ശതമാനം 0.48 മാത്രമാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഇതുവരെ 10,000 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ 4,677 കുടുംബങ്ങൾക്ക് വീടുകൾ, 2,713 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും, 4,394 കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാന മാർഗങ്ങളും ലഭിച്ചു. 5,583 കുട്ടികൾക്ക് പഠന സഹായം, 331 കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, 428 പേർക്ക് ഷെൽട്ടർ ഹോം സൗകര്യം, 331 കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ എന്നിവയും ഉറപ്പാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ലേബർ എംപിക്ക് നിരവധി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തയാൾക്ക് കേംബ്രിഡ്ജ് ക്രൗൺ കോടതി 23 മാസം തടവ് ശിക്ഷ വിധിച്ചു. 2024 ഓഗസ്റ്റ് 29-നും സെപ്റ്റംബർ 1-നും ഇടയിലുള്ള 4 ദിവസത്തിനുള്ളിൽ സൗത്ത് ലണ്ടനിലെ ട്യൂട്ടിംഗിലെ എംപി ആയ ഡോക്ടർ റോസന അല്ലിൻ ഖാന് കുറ്റക്കാരനായ ലീ വൈറ്റ് 109 സന്ദേശങ്ങൾ അയച്ചതായി കേംബ്രിഡ്ജ് ഷെയർ പോലീസ് പറഞ്ഞു. 52-കാരനായ വൈറ്റ് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 4-ന് കേംബ്രിഡ്ജ് ഷെയറിലെ ലിറ്റിൽ പോർട്ടിലുള്ള വീട്ടിൽ വെച്ച് അറസ്റ്റിലായി. വംശീയ അധിക്ഷേപവും കെയർ സ്റ്റാർമറെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും കൊല്ലുമെന്ന ഭീഷണിയും സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. പ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വൈറ്റ് 2024 നവംബർ 24-നും നവംബർ 26-നും ഇടയിൽ ഗ്രനേഡുകളും തോക്കുകളും ഉപയോഗിച്ച് പ്രൊബേഷൻ ഓഫീസിലുള്ള എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ പ്രൊബേഷൻ ഓഫീസർക്ക് കൂടുതൽ സന്ദേശങ്ങൾ അയച്ചതായും കോടതി കണ്ടെത്തി. ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കൽ, കുറ്റകരമായ സന്ദേശം നൽകുന്ന സന്ദേശം അയക്കൽ എന്നീ കുറ്റങ്ങൾക്ക് കേംബ്രിഡ്ജ് ക്രൗൺ കോടതിയിൽ വൈറ്റ് കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു.
ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടിയെയും കൺസർവേറ്റീവ് പാർട്ടിയെയും പിന്തള്ളി ഗ്രീൻസ് രണ്ടാം സ്ഥാനത്തെത്തി. ഫൈൻസ് ഔട്ട് നൗ നടത്തിയ സർവേയിൽ ബ്രിട്ടനിലെ രണ്ട് പരമ്പരാഗത പാർട്ടികളും 16% വീതം സ്കോർ ചെയ്തപ്പോൾ ഗ്രീൻസിന് നേടാനായത് 17% വോട്ടുകളായിരുന്നു. അതേസമയം റിഫോം UK 32% വോട്ടുകളുമായി മുന്നേറ്റം തുടരുകയാണ്. ബ്രിട്ടന്റെ പരമ്പരാഗത രാഷ്ട്രീയ പ്രവണതകൾ മാറിമറിയുന്ന സാഹചര്യത്തിൽ ഗ്രീൻസ് ഈ മാസം ഒക്ടോബർ ആദ്യം മുതൽ തന്നെ പോയിന്റ് നിലയിൽ 5% വർധനവ് നേടിയെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. സ്വയം പ്രഖ്യാപിച്ച എക്കോ പോപ്പുലിസ്റ്റ് ആയ സാക് പൊളൻസ്കി കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്നു മുതൽ തന്നെ ഗ്രീൻസ് പാർട്ടിയുടെ അംഗത്വത്തിൽ വർധനവുണ്ടായി. ഏതായാലും ഗ്രീൻസിന്റെ മുന്നേറ്റം ലേബർ പാർട്ടിക്കും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിനും ഒരു തിരിച്ചടി തന്നെയാണ്. ഇടത് ക്യാമ്പിൽ നിന്നും പാർട്ടിയും സ്റ്റാർമറും കടുത്ത വെല്ലുവിളി നേരിടുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെയാണ് റീഫോം UKയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി ഉയർത്തുന്ന വെല്ലുവിളി. ജയിൽ മോചിതനായ ശേഷം ഗർഭിണിയായ കാമുകിയെ കൊലപ്പെടുത്തിയ ഷെയ്ൻ മാർച്ച് എന്ന ആൾക്ക് 42 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 32-കാരിയായ അലാന ഒഡീസിയോസ് ഗർഭിണിയായിരിക്കെ കഴിഞ്ഞ വർഷം മാർച്ചിൽ കിഴക്കൻ ലണ്ടനിലെ വൾത്താം സ്റ്റോവിലുള്ള വീട്ടിൽ വെച്ച് കുത്തേറ്റ് കൊലപ്പെടുകയായിരുന്നു. അവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. തെക്കുകിഴക്കൻ ലണ്ടനിലെ സറേ ക്യൂസിൽ നിന്നുള്ള ഷൈൻ മാർച്ച് വിചാരണയുടെ 7ാം ദിവസം താൻ കൊലപാതകം ചെയ്തതായി സമ്മതിച്ചു. 22 വയസ്സിന് താഴെയുള്ളവർക്ക് ഇംഗ്ലണ്ടിൽ സൗജന്യ ബസ് പാസുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കുന്നു. സർക്കാരിന് സാമ്പത്തികമായി ഈ പദ്ധതി ഏറെ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. യുവാക്കൾക്ക് തൊഴിലിനോടും വിദ്യാഭ്യാസത്തിനോടുമുള്ള ആഭിമുഖ്യം വളർത്താൻ സൗജന്യ ബസ് പാസുകൾ സഹായിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2022 ജനുവരി മുതൽ സ്കോട്ട്ലൻഡിൽ 5 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ബസ് യാത്ര തികച്ചും സൗജന്യമാണ്. യൂറോപ്യൻ യൂണിയന് ബ്രിട്ടൻ നൽകാനുള്ള ബ്രെക്സിറ്റ് അനന്തര പേയ്മെന്റുകൾ 50 ബില്യൺ പൗണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവന്നു. കഴിഞ്ഞ വർഷം ബ്രിട്ടൻ യൂറോ കാർഡ്സിന് 3.25 ബില്യൺ പൗണ്ട് നൽകിയെന്നും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതോടെ 2020 യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന് നൽകിയ തുക 4.4 ബില്യൺ പൗണ്ടായെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസി വ്യക്തമാക്കുന്നു. ബ്രെക്സിറ്റ് ഡീലിന്റെ ഭാഗമായി മറ്റൊരു 8 ബില്യൺ പൗണ്ട് യൂണിയന് നൽകുമെന്ന് ബ്രിട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ പോസ്റ്റ് ബ്രെക്സിറ്റ് പേയ്മെന്റുകൾ 50 ബില്യൺ പൗണ്ട് മറികടക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിൻവാങ്ങുന്നതിനായി നൽകേണ്ടി വരുമെന്ന് മുൻ സർക്കാരുകൾ പറഞ്ഞിരുന്ന തുകയേക്കാൾ കൂടുതലാണിത്. ബ്രിട്ടനിൽ നിന്നും യൂറോപ്യൻ യൂണിയന് ഫണ്ടൊന്നും നൽകാനില്ല എന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഇപ്പോൾ റീഫോം UK പാർട്ടിയിലുള്ള മുൻ ബ്രെക്സിറ്റ് മന്ത്രി ഡേവിഡ് ജോൺസ് പ്രതികരിച്ചു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്ക് 78-കാരിയായ ഡ്രൈവർ പിന്നോട്ടെടുത്ത വോൾവോ വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഉണ്ടായ ആഘാതത്തിൽ വയോധിക മരണമടഞ്ഞു. പ്ലിമത്തിനടുത്ത് കോൺവാൾ സാൾട്ടാഷ് പട്ടണത്തിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ശാഖയിലാണ് കാർ പാർക്കിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട മെഴ്സിഡസ് സ്പ്രിന്റർ വാനും സുസുക്കി സ്വിഫ്റ്റ് കാറും ഫോർഡ് ഫോക്കസും അപകടം നടന്ന സമയത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അവയിൽ ആരും തന്നെ ഉണ്ടായിരുന്നതുമില്ല. ആംബുലൻസ് ജീവനക്കാർ കഠിനമായി ശ്രമിച്ചെങ്കിലും കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ വോൾവോ ഡ്രൈവറായ 78-കാരി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണമടയുകയായിരുന്നു. വോൾവോ പിറകോട്ടെടുക്കുമ്പോൾ അവർക്ക് ആരോഗ്യ സംബന്ധമായ ചില ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അപകടത്തിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള ജയിലുകളിൽ ഡ്രോണുകൾ വഴി മയക്കുമരുന്നും നിരോധിത വസ്തുക്കളും കടത്തുന്ന സംഘടിത കുറ്റകൃത്യ സംഘങ്ങളുടെ പ്രവർത്തനം തടയാൻ നടപടി ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് എംപിമാരുടെ കമ്മിറ്റി. പ്രതിവർഷം ജയിലുകൾക്ക് മുകളിൽ ഡ്രോൺ പറന്ന സംഭവങ്ങളിൽ 770% വർധനവാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്കൈഫെൻസ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകളുടെ കമ്പ്യൂട്ടർ നിയന്ത്രണം തടയുന്ന സംവിധാനങ്ങൾ 2 വർഷത്തിനുള്ളിൽ പ്രത്യേക സുരക്ഷാ ജയിലുകളിൽ സ്ഥാപിക്കണമെന്ന് ശുപാർശയിൽ പറയുന്നുണ്ട്. നിലവിലുള്ള പോലീസ് ക്രൈം ഏജൻസി സഹകരണങ്ങൾ മതിയാകുന്നില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഹാംഷെയറിന്റെ മിക്ക ഭാഗങ്ങളിലും ഐൽ ഓഫ് വൈറ്റിലും ജൂലൈ 21 മുതൽ നിലവിലുണ്ടായിരുന്ന ഹോസ് നിരോധനം ജലവിതരണ കമ്പനി സദേൺ വാട്ടർ നീക്കം ചെയ്തു. അതിനു പുറമെ ടെസ്റ്റ് നദിയിൽ നിന്നും അധിക ജലം എടുക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷിക്കാനും കമ്പനി തീരുമാനിച്ചിരുന്നു. എന്നാൽ സെപ്റ്റംബറിൽ മതിയായ മഴ ലഭിച്ചതിനാൽ ഇപ്പോൾ ആ നീക്കവും കമ്പനി ഉപേക്ഷിച്ചു. ഹോസ് പൈപ്പുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ഏകദേശം 5 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് നിരോധനം ബാധകമായിരുന്നു. എന്നാൽ പോർട്സ്മത്ത് വാട്ടർ ജലവിതരണം നടത്തുന്ന ഹാംഷെയറിലെ പ്രദേശങ്ങളെ ഈ വിലക്ക് ബാധിച്ചിരുന്നില്ല. നിരോധനം നിലവിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ അത് ലംഘിച്ചാൽ 100 പൗണ്ട് വരെയായിരുന്നു പിഴ. ഫ്രാൻസിലെ സ്വർണം ഉൾപ്പെടെയുള്ള വിലയേറിയ ലോഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലിയോണിലെ ഒരു ലബോറട്ടറിയിൽ മോഷ്ടാക്കൾ ഏകദേശം 12 മില്യൺ യൂറോ കൊള്ളയടിച്ചു. പകൽ സമയം സ്ഫോടക വസ്തുക്കളും സൈനിക ഗ്രേഡ് ആയുധങ്ങളും ഉപയോഗിച്ച് അതിക്രമിച്ചു കയറി നടത്തിയ ഈ സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 12 മില്യൺ യൂറോ കൊള്ളയടിച്ച കള്ളന്മാർ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആ സമയത്ത് ലബോറട്ടറി പോർക്കോയറിൽ 22 ജീവനക്കാർ ഉണ്ടായിരുന്നു. അവരിൽ 5 പേർക്ക് നിസാരമായി പരിക്കേറ്റു.
പരിചയസമ്പന്നരായ കുറ്റവാളികളെന്ന് കരുതുന്ന പ്രതികളെ താമസിയാതെ അയൽപട്ടണമായ വെനിസിയൂക്സിൽ കസ്റ്റഡിയിലെടുത്തതായി കേസുമായി അടുത്ത വൃത്തങ്ങൾ ഏജൻസി ഫ്രാൻസ് പ്രസിനോട് പറഞ്ഞു. കവർച്ചയിൽ പങ്കാളിയായി പോലീസ് വിശേഷിപ്പിച്ച ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തു. അസോൾട്ട് റൈഫിളുകൾ, കൈത്തോക്കുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു. മെയ് മാസത്തിൽ നടന്ന ഒരു കവർച്ചാ ശ്രമത്തിനു ശേഷം ലബോറട്ടറി ലക്ഷ്യമിട്ട് മോഷ്ടാക്കൾ ആക്രമണം നടത്തുന്നത് ഇത് രണ്ടാം തവണയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനമായുള്ള ഓട്ടോമോട്ടീവ് ചിപ്പ് നിർമ്മാതാക്കളായ നെക്സ്പീരിയ അവരുടെ ചൈനീസ് ഫാക്ടറിയിലേക്കുള്ള വിതരണം നിർത്തിവെച്ചു. ഇത് ലോകമെമ്പാടുമുള്ള കാർ നിർമ്മാതാക്കളുടെ ഉൽപാദനം സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് ഭീഷണിയാകുന്ന ഒരു വ്യാപാര യുദ്ധത്തിന് ആക്കം കൂട്ടി. ചൈനീസ് ഉടമയായ വിങ്ടെക് ടെക്നോളജീസിന്റെ ചൈനീസ് പ്ലാന്റിലേക്കുള്ള എല്ലാ വിതരണങ്ങളും നിർത്തിവെച്ചതായി അറിയിച്ചുകൊണ്ട് കമ്പനി ഈ ആഴ്ച ഉപഭോക്താക്കൾക്ക് കത്തെഴുതി. സെപ്റ്റംബറിൽ യൂറോപ്യൻ ചിപ്പ് ശേഷിയുടെ ഭാവിക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി നെതർലാൻഡ് സർക്കാർ ദേശീയ സുരക്ഷാ നിയമങ്ങൾ ഉപയോഗിച്ച് നെക്സ്പീരിയ ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ചൈനീസ് ഉടമയായ വിങ്ടെക് ടെക്നോളജീസ് ബൗദ്ധിക സ്വത്തവകാശം അവരുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നുവെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. വിങ്ടെക് ചെയർമാൻ ഷാങ് സൂഷെങ്ങിനെ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അമേരിക്കയിലേക്ക് ആകാശമാർഗവും കടൽമാർഗവും അനധികൃതമായി മനുഷ്യക്കടത്ത് നടത്തിയ കുറ്റത്തിന് ഇന്ത്യൻ മെക്സിക്കൻ പൗരത്വമുള്ള വിക്രാന്ത് ഭരദ്വാജും ഭാര്യ ഇന്ദുറാണിയും നയിക്കുന്ന മനുഷ്യക്കടത്ത് സംഘത്തെയും ബന്ധപ്പെട്ട 16 കമ്പനികളെയും അമേരിക്കൻ ധനകാര്യ വകുപ്പ് ഉപരോധത്തിന് വിധേയമാക്കി. ഭരദ്വാജും കൂട്ടരും നടത്തുന്ന ഹ്യൂമൻ സ്മഗ്ലിംഗ് ഓർഗനൈസേഷൻ എന്ന സംഘം യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ മെക്സിക്കോ വഴി US-ലേക്ക് കടത്തിക്കൊണ്ടുവന്നുവെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. സംഘം യാച്ചുകളും മറീനകളും ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ കാൻകൂണിൽ എത്തിച്ച് ഹോട്ടലുകളിൽ പാർപ്പിച്ച് അതിർത്തിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് പതിവ്. ഭരദ്വാജ് മനുഷ്യക്കടത്തിനൊപ്പം മയക്കുമരുന്ന് കച്ചവടം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിലും പങ്കാളിയാണെന്ന് ട്രഷറി വകുപ്പ് പറഞ്ഞു. ഭാര്യ ഇന്ദുറാണിയാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും കണ്ടെത്തി. ഇവരോടൊപ്പം ഇന്ത്യ, മെക്സിക്കോ, UAE എന്നിവിടങ്ങളിലെ 8 കമ്പനികളും ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉപരോധ പ്രകാരം ഇവരുടെ US-ലെ ആസ്തികളും സ്വത്തും മരവിപ്പിക്കും. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകരുടെ പ്രവേശന വിലക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കർശനമാക്കി. വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം മുൻകൂട്ടി നിയമിച്ച അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വൈറ്റ് ഹൌസ് പ്രസ് ഓഫീസിന്റെ പ്രധാന ഭാഗമായ അപ്പർ പ്രസ് മേഖലയിലേക്കുള്ള പ്രവേശനം ഇനി അംഗീകൃത പത്രപ്രവർത്തകർക്ക് പോലും അനുവദിക്കില്ല. പുതിയ നിയമപ്രകാരം പ്രസ് സെക്രട്ടറി കാരോലൈൻ ലെവിറ്റിന്റെയും മറ്റു ഉന്നത കമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകളിലേക്കും മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് പ്രവേശിക്കാനാവില്ല. സെൻസിറ്റീവ് രേഖകൾ സംരക്ഷിക്കാനുള്ള നടപടി എന്നാണ് ഭരണകൂടം ഈ നീക്കത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും. ഹാലോവീൻ വാരാന്ത്യത്തിൽ മിഷിഗണിൽ നടത്താനിരുന്ന ഭീകരാക്രമണ ശ്രമം FBI വിജയകരമായി തടഞ്ഞതായി ഏജൻസി ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചു. അന്തർദേശീയ ഭീകരവാദ ബന്ധമുള്ള ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മൾട്ടിപ്പിൾ സബ്ജക്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചിലരെ അറസ്റ്റ് ചെയ്തതായും മറ്റു ചിലരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതായും പട്ടേൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. FBI-യുടെ അണ്ടർ കവർ ഉദ്യോഗസ്ഥർ ഓൺലൈൻ ചാറ്റ് ഗ്രൂപ്പുകൾ നിരീക്ഷിച്ചാണ് നടപടി സ്വീകരിച്ചത്. സംശയിക്കപ്പെടുന്നവർ തോക്കുപയോഗ പരിശീലനം നേടിയിരുന്നുവെന്നും അവർ പംകിൻ ഡേ എന്ന് വിളിച്ചിരുന്ന ഹാലോവീൻ ദിനത്തിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കസ്റ്റഡിയിലായവരുടെ പ്രായം 16 മുതൽ 20 വരെയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.65 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 88.74 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.35 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.34 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതിക്ക് 3 ഗിന്നസ് റെക്കോർഡുകൾ. സ്വസ്ഥ നാരി, നശക് പരിവാർ അഭയാൻ എന്നീ പദ്ധതിയാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. പദ്ധതിയിൽ 1 മാസം കൊണ്ട് 3.21 കോടി സ്ത്രീകൾ അംഗങ്ങളായി. ഒരാഴ്ചയ്ക്കുള്ളിൽ 9.94 ലക്ഷം ഓൺലൈൻ സ്ഥാനാർബുദ പരിശോധനകളാണ് നടന്നത്. സംസ്ഥാന തലത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 1.25 ലക്ഷം വൈറ്റൽ സെൻസ് പരിശോധന നടത്തിയാണ് ഗിന്നസിൽ ഇടം പിടിച്ചത്. മാതൃശിശു ആരോഗ്യത്തിൽ കാര്യമായ പോരായ്മകൾ ഉണ്ട് എന്ന് ദേശീയ ആരോഗ്യ സർവേകളിൽ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും വനിതാ ശിശു വികസന മന്ത്രാലയവും ചേർന്ന് പദ്ധതി ആവിഷ്കരിച്ചത്.
സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. സ്ത്രീകൾ സ്വയം ആരോഗ്യ ക്യാമ്പുകളിലെത്തി പരിശോധന നടത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ബീഹാറി തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള BJPയുടെ വിദ്വേഷ പ്രചരണ തന്ത്രമാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് സ്റ്റാലിൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നേട്ടത്തിനു വേണ്ടി പ്രധാനമന്ത്രി തമിഴരെ അനാവശ്യമായി ക്രൂശിക്കുന്നു. BJP എവിടെ പോയാലും തമിഴരോടുള്ള വിദ്വേഷം പ്രകടിപ്പിക്കുകയാണ്. വോട്ടിന് വേണ്ടിയാണ് ഈ വില കുറഞ്ഞ പണി. ഇന്ത്യയുടെ മൊത്തം പ്രധാനമന്ത്രിയാണ് മോദി. രാജ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവുമുണ്ട്. ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ട് പദവിയുടെ വില കളയരുതെന്ന് തമിഴനെന്ന നിലയിൽ വേദനാപൂർവ്വം താൻ അഭ്യർത്ഥിക്കുന്നുവെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച ജമീമ റോഡ്സിനെതിരെ BJP നേതാവും നടിയുമായ കസ്തൂരിയുടെ രൂക്ഷ വിമർശനം. ലോകകപ്പ് സെമി ഫൈനൽ വിജയത്തിനു ശേഷമുള്ള ജമീമയുടെ യേശു പരാമർശത്തിലാണ് കസ്തൂരി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശാരീരികമായി തളർന്നപ്പോൾ യേശു ഒപ്പം ഉണ്ടായിരുന്നെന്നും അങ്ങനെയാണ് ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്നുമാണ് ജമീമ പറഞ്ഞിരുന്നത്. വിജയത്തിനു ശേഷമുള്ള പ്രതികരണം ജമീമ നടത്തിയത് ബൈബിൾ വചനത്തോടെയായിരുന്നു. ഇതാണ് കസ്തൂരിയുടെ രൂക്ഷ വിമർശനത്തിന് കാരണമായത്. ഇത് ഹിന്ദുക്കളുടെ വികാര പ്രകടനമാണെങ്കിൽ തീർച്ചയായും പ്രതികരണങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നും കസ്തൂരി അഭിപ്രായപ്പെട്ടു. താൻ കപട മതേതരവാദി അല്ല എന്നും അവർ പ്രതികരിച്ചു. കവി KG ശങ്കരപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. ആവിഷ്കാരത്തിന്റെ ഭിന്ന വഴികളിലൂടെ KG ശങ്കരപിള്ളയുടെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടായി ശക്തമായ സാന്നിധ്യമാണെന്നും മലയാളികൾക്ക് അഭിമാനിക്കാവുന്നതാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബാംഗ്ലൂരു എറണാകുളം വന്ദേ ഭാരത് അടുത്തയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യത. ബുധനാഴ്ച ഒഴിച്ച് മറ്റു ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും. രാവിലെ 5:10 KSR ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. 2:20 പുറപ്പെട്ട് രാത്രി 11 ബാംഗ്ലൂരിലെത്തും. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ, സേലം, കൃഷ്ണരാജപുരം എന്നിങ്ങനെയാകും സ്റ്റോപ്പുകൾ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കവർന്ന കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ 3ാമത്തെ അറസ്റ്റാണിത്. ഇന്നലെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുധീഷിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ. കേസിൽ 2ാം പ്രതിയായ മുരാരി ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും ഫയൽ തിരുത്താൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ 5 പേർക്ക് അധികാരമുണ്ടായിരുന്നു എന്നുമാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. ഇരുവരുടെയും നിയമനം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് റസൂൽ പൂക്കുട്ടിയുടെ നിയമനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അന്നത്തെ വൈസ് ചെയർമാൻ പ്രേംകുമാറിന് പിന്നീട് ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. അമൽ നീരദ്, ശ്യാം പുഷ്കരൻ, നിഖില വിമൽ, സിതാര കൃഷ്ണകുമാർ, സുധീർ കരമന, വി രാകേഷ് ഉൾപ്പെടെ 26 അംഗങ്ങളാണ് പുതിയ ഭരണസമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏഷ്യ കപ്പ് ഉടൻ തന്നെ ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ. മുംബൈയിലെ BCCI ഹെഡ്ക്വാർട്ടേഴ്സിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രോഫി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും BCCI പ്രത്യാശ പ്രകടിപ്പിച്ചു. ICC ഏഷ്യ കപ്പ് ഇന്ത്യ നേടിയിട്ട് 1 മാസം പിന്നിട്ടിട്ടും ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യക്ക് ഇതുവരെ ആ ട്രോഫി സ്വന്തം തട്ടകത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹ്സിൻ നഖ്വിയിൽ നിന്നും ട്രോഫി വാങ്ങില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ അറിയിച്ചിരുന്നു. പിന്നാലെ ട്രോഫി ഇല്ലാതെയായിരുന്നു ഇന്ത്യൻ ടീം വിജയം ആഘോഷിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളപ്പിറവി ദിനത്തിൽ കേരളം അതിദരിദ്രമില്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമെന്ന ചരിത്ര നേട്ടം കൈവരിച്ചുവെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടിയെയും കൺസർവേറ്റീവ് പാർട്ടിയെയും പിന്തള്ളി ഗ്രീൻസ് 2ാം സ്ഥാനത്ത് എത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ലേബർ MPക്ക് നിരവധി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തയാൾക്ക് കേംബ്രിഡ്ജ് ക്രൗൺ കോടതി 23 മാസം തടവ് ശിക്ഷ വിധിച്ചു. 22 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇംഗ്ലണ്ടിൽ സൗജന്യ ബസ് പാസുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കുന്നു.
ഹാംപ്ഷയറിന്റെ മിക്ക ഭാഗങ്ങളിലും ഐൽ ഓഫ് വൈറ്റിലും ജൂലൈ 21 മുതൽ നിലവിലുണ്ടായിരുന്ന ഹോസ് നിരോധനം ജലവിതരണ കമ്പനി സദേൺ വാട്ടർ നീക്കം ചെയ്തു. ഫ്രാൻസിൽ ലിയോണിലെ വിലയേറിയ ലോഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ലബോറട്ടറിയിൽ 12 മില്യൺ യൂറോ കൊള്ളയടിച്ച 6 പേരെ അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലേക്ക് അനധികൃതമായി മനുഷ്യക്കടത്ത് നടത്തിയ കുറ്റത്തിന് ഇന്ത്യൻ മെക്സിക്കൻ പൗരത്വമുള്ള വിക്രാന്ത് ഭരദ്വാജും ഭാര്യ ഇന്ദു റാണിയും നയിക്കുന്ന മനുഷ്യക്കടത്ത് സംഘത്തെയും ബന്ധപ്പെട്ട 16 കമ്പനികളെയും ഉപരോധത്തിന് വിധേയമാക്കി അമേരിക്കൻ ധനകാര്യ വകുപ്പ്. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകരുടെ പ്രവേശന വിലക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കർശനമാക്കി. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച ജമീമ ഡ്രോഗ്സിനെതിരെ BJP നേതാവും നടിയുമായ കസ്തൂരിയുടെ രൂക്ഷ വിമർശനം. ലോകകപ്പ് സെമി ഫൈനൽ വിജയത്തിനു ശേഷമുള്ള ജമീമയുടെ യേശു പരാമർശത്തിലാണ് കസ്തൂരി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരു എറണാകുളം വന്ദേ ഭാരത് അടുത്തയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യത. ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.